ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കഥ പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അത് നമുക്കൊന്ന് വായിക്കാം. ഫസ്റ്റ് സൂര്യദേവ ഒന്ന് വായിച്ചേ മോനെ, എങ്ങനെയുണ്ട് നോക്കാലോ. നന്ദുവിന്റെ വീട്ടിൽ നായുടെ പേര് ടിക്കു എന്നാണ്. ടിക്കുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. നന്ദു സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ ടിക്കു ഓടിയെത്തും. ഒരു ദിവസം നന്ദു സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ ടിക്കു ഉറക്കെ കുരച്ചുകൊണ്ട് വീട്ടിന്റെ പിന്നിൽ കൂടി ഓടി. നന്ദു അവന്റെ പുറകെ നിന്നു. അവിടെ ഒരു കുഞ്ഞിക്കിളി തന്റെ ചിറകൊടിഞ്ഞ് വിഷമത്തിൽ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് നന്ദുവിനെ കാര്യം പിടികിട്ടിയത്. നന്ദു തന്റെ ടിക്കു ഈ കുഞ്ഞിക്കിളിയെ കൊണ്ടാണ് കുരച്ചത്. എന്നിട്ട് നന്ദുവും ടിക്കുവും ചേർന്ന് ആ കുഞ്ഞിക്കിളിയെ രക്ഷിച്ചു അതിന്റെ കൂട്ടിലേക്ക് വിട്ടു. അങ്ങനെ നന്ദുവിനും ടിക്കുവിനും സന്തോഷമായി. അവർ തിരികെ മടങ്ങി. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആഷിൻ, എന്നാ കഥ വായിച്ചേ. വായിക്കാത്ത അല്ല എഴുതാത്ത കുട്ടികള് ഇതില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഒറ്റ ആളെ എഴുതിയിട്ടുണ്ടായിരുന്നു അതിനുള്ളൂ. ഇപ്രാവശ്യം കുറെ പേര് എഴുതിയെന്നാലും. ഓക്കെ. നന്ദുവിന്റെ വീട്ടില് നായയുടെ പേര് ടിക്കു എന്നാണ്. ടിക്കുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. നന്ദു സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ ടിക്കു ഉടൻ ഓടിയെത്തും. സ്കൂളിൽ നിന്ന് എത്തിയപ്പോൾ ഉറക്കെ കുരച്ചുകൊണ്ട് വീടിന്റെ പിന്നിലേക്ക് ഓടി. നന്ദു അവന്റെ പുറകെ ചെന്നു. അവിടെ ഒരു കുഞ്ഞിക്കിളി. നന്ദു ആ കുഞ്ഞിക്കിളിയെ പിടിച്ചു ചെറിയ കൂട്ടു. കുഞ്ഞിക്കിളിക്ക് പാലും പഴവും കൊടുത്തു. കുഞ്ഞിക്കിളിക്ക് പാലും പഴവും കൊടുത്ത് നന്നായി നോക്കി അല്ലേ? നെക്സ്റ്റ് അടുത്ത ദേവാഞ്ജന അല്ലേ എഴുതിയത്? വായിച്ചേ മോളെ. നന്ദുവിന്റെ വീട്ടിലെ നായയുടെ പേര് ടിക്കു എന്നാണ്. ടിക്കുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. നന്ദു സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ ടിക്കു ഓടിയെത്തും. ഒരു ദിവസം നന്ദു സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ ടിക്കു ഉറക്കെ കുരച്ചുകൊണ്ട് വീട്ടിന്റെ പിന്നിലേക്ക് ഓടി. നന്ദു അവന്റെ പുറകെ ചെന്നു. അവിടെ ഒരു കുഞ്ഞുകിളി മുറിവേറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദു ആ കുഞ്ഞിക്കിളിയെ എടുത്ത് അവന്റെ അച്ഛന്റെ അടുത്തേക്ക് പോയി. നന്ദുവിന്റെ അച്ഛൻ ഒരു മൃഗശാലയിലെ വൈദ്യരാണ്. പിന്നെ നന്ദു അവന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എന്താ നന്ദു, പുറകിലെ വാതിലിന്റെ അടുത്ത് ഒരു കാലിന് മുറിവേറ്റ പക്ഷിയുണ്ട്. ഇതാ അച്ഛാ, നോക്കൂ. അവൻ ആ കിളിയെ അച്ഛന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അച്ഛൻ ആ പക്ഷിയുടെ കാലിന് മരുന്ന് വെച്ചു കെട്ടിക്കൊടുത്തു. എന്നിട്ട് നന്ദുവിനെ വിളിച്ചു. അച്ഛൻ നന്ദു ഈ പക്ഷി ഒരു നല്ല കൂടുണ്ടാക്കി കൊടുത്ത് എന്നിട്ട് ആ കുഞ്ഞിക്കിളിയെ അതിൽ കിടത്തണം. നാളെ രാവിലെ ആകുമ്പോൾ ആ കുഞ്ഞിക്കിളിയുടെ കാല് ഭേദമാകും എന്നു പറഞ്ഞ് എന്നിട്ട് നന്ദു പക്ഷിക്ക് കൂടുണ്ടാക്കി. എന്നിട്ട് ആ പക്ഷിയെ അതിൽ കിടത്തി. അങ്ങനെ രാവിലെയായി. ആ കുഞ്ഞിക്കിളിക്ക് സുഖമായി. അങ്ങനെ കുഞ്ഞിക്കിളിക്ക് നന്ദുവിനെയും ടിക്കുവിനെയും ഇഷ്ടമായി. അങ്ങനെ കുഞ്ഞിക്കിളിയും നന്ദുവും ടിക്കുവും ചങ്ങാതിമാരായി. ഓക്കെ, ഗുഡ്, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ബാക്കി കഥ എഴുതിയ ആരും ഇല്ലല്ലോ ഈ കൂട്ടത്തില്? കുട്ടികളെ ഇങ്ങനെ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ഒരു കഴിവ് വരും. കാരണം നമുക്ക് കഥ എഴുത്ത് മത്സരം അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് കൂടാൻ പറ്റും.
നിങ്ങൾ നല്ലപോലെ എഴുതി ടെക്സ്റ്റ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഭാവന ഉണ്ടാവും. ഓക്കെ. എന്താ മക്കളെ, അടുത്ത ക്ലാസ്സിൽ എഴുതിയാ പോരേന്നാ? അടുത്ത ക്ലാസ്സിൽ എഴുതണേ. ബാക്കിയുള്ള കുട്ടികൾ അടുത്ത ക്ലാസ്സിലേക്ക് എഴുതി വരണം. ഞാൻ ഇവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, എഴുതിയ കുട്ടികളെ. ഓക്കെ, അവരൊക്കെ നല്ല കുട്ടികൾ കേട്ടോ. ഇന്ന് എഴുതി വന്ന കുട്ടികളെ നല്ല മിടുക്കന്മാര്. ഓക്കെ, അവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാ കുട്ടികളും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് പാഠം 5 മയിൽപീലി കണ്ണുകൾ അല്ലേ? എന്താ നമ്മൾ പറഞ്ഞത് ഈ കഥയില്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മള് കുറച്ച് ഭാഗം എടുത്തു. അപ്പൊ എന്താ നമ്മൾ ഈ കഥയിൽ പറഞ്ഞത്? ഒരു കഥ പറഞ്ഞു അല്ലേ ദേവാഞ്ജന? ഓക്കെ, പറഞ്ഞേ മോളെ. അൺമ്യൂട്ട് ചെയ്തോ. കഥ അല്ല, ഇത് നമ്മൾ ഇന്ന് പഠിച്ചിട്ടില്ലേ മയിൽപീലി കണ്ണുകള്? കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഭാഗം പഠിച്ചു കഴിഞ്ഞില്ലേ? വായിച്ചതേ ഉള്ളൂ. കുറച്ച് പകുതി വായിച്ച് എവിടം വരെ എത്തി? അതുവരെ എത്തിയിട്ട ഇവിടെ വരെ എത്തി അല്ലേ? ഏത് പശുവിനെ തട്ടിക്കൊണ്ടുപോകുന്നവിടം വരെ എത്തി. ക്ലാസ് കിട്ടിയില്ല അല്ലേ അശ്വിൻ കഴിഞ്ഞേ? ഓക്കെ, അപ്പൊ ഞാൻ എന്താ ഈ കഥയിൽ പറഞ്ഞത്? ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. എന്താ കഥ ഉണ്ടായത്? ആരുടെ ഒരു പശുവിനെ, ആരുടെയാ ആ പശുവിന്റെ ആളാരാ? ജൂണോ എന്ന രാജ്ഞിയുടെ ഭംഗിയുള്ള ഒരു പശു ഉണ്ടായിരുന്നു അല്ലെ? ആ പശുവിനെ ആർക്ക് കൊതി തോന്നി ആ പശുവിനെ വേണമെന്ന്? ഓക്കെ, ജൂപ്പിറ്റർ അല്ലെ? അല്ല, ജൂപ്പിറ്റർ എന്ന ആൾക്ക് എന്ത് ചെയ്യും? ജൂപ്പിറ്ററിന് മോഹം തോന്നി അല്ലേ? ജൂണോയുടെ പശുവിനെ വേണമെന്നൊരു മോഹം തോന്നി. അപ്പോ അതിനെ തട്ടിക്കൊണ്ടു പോയോ എന്ന് അറിഞ്ഞിട്ടില്ല അല്ലേ? തട്ടിക്കൊണ്ടു പോവാൻ എന്നവർ ഭയന്നു. ആര്? ജൂണോ ഭയന്നു. അവർ പശുവിനെ നോക്കുന്ന ആർഗസിനെ വിളിച്ചു പറഞ്ഞു. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഒന്നുകൂടി മിസ് സ്റ്റാർട്ട് ചെയ്ത് വായിക്കാം. മയിൽപീലി കണ്ണുകൾ എന്നാണ് പേര് പാഠത്തിന്റെ. വളരെയേറെ പഴക്കമുള്ള രാജ്യമാണ് ഗ്രീസ്. രസകരമായ കഥകൾ ഉണ്ടാക്കി പറയാൻ ഗ്രീക്കുകാർ അതിസമർത്ഥരായിരുന്നു. അവിടുത്തെ കുട്ടികൾക്കാണെങ്കിൽ കഥ കേൾക്കാതെ ഉറക്കമില്ല. അവർ അമ്മൂമ്മമാരോട് ഓരോന്ന് ചോദിക്കും. അമ്മൂമ്മമാർ ഓരോ കഥകൾ പറയും. അങ്ങനെ ധാരാളം കഥകൾ ഉണ്ടായി. നമ്മളെ വീട്ടിലാണെങ്കിലും എങ്ങനെയാ? അമ്മൂമ്മമാരായിരിക്കും അല്ലേ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കുട്ടികൾക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ അമ്മൂമ്മമാരോട് ഓരോ കഥ ചോദിക്കും. അങ്ങനെ ഒരുപാട് കഥകളായി ഗ്രീസിൽ അല്ലേ? വളരെയേറെ പഴക്കമുള്ള രാജ്യമാണ് ഗ്രീസ്. രസകരമായ കഥകൾ ഉണ്ടാക്കി പറയാൻ ഗ്രീക്കുകാർ അതിസമർത്ഥരായിരുന്നു. അവിടുത്തെ കുട്ടികൾക്കാണെങ്കിൽ കഥ കേൾക്കാതെ ഉറക്കമില്ല. ഉറങ്ങണമെങ്കിൽ ചില കുട്ടികൾക്ക് കഥ കേൾക്കണം. അതുപോലെ തന്നെയായിരുന്നു. അവർ അമ്മൂമ്മമാരോട് ഓരോന്ന് ചോദിക്കും. അമ്മൂമ്മമാർ ഓരോ കഥകൾ പറയും. അങ്ങനെ ധാരാളം കഥകൾ ഉണ്ടായി. ധാരാളം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ അല്ലേ കഥകൾ ഉണ്ടായി. ഒരിക്കൽ ചില ചെറിയ കുട്ടികൾ അവരുടെ അമ്മൂമ്മയോട് ചോദിച്ചു, അമ്മൂമ്മേ അമ്മൂമ്മേ, മയിലിന്റെ പീലികളിൽ ഇത്രയധികം കണ്ണുകൾ ഉണ്ടായത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അല്ല, അമ്മൂമ്മ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതൊരു രസകരമായ കഥയാണ്, എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു അല്ലെ? ദേവന്മാർക്ക് ജൂണോ എന്നൊരു രാജ്ഞി ഉണ്ടായിരുന്നു. അവർ ഭംഗിയുള്ള നല്ലൊരു പശുവിനെ ഓമനിച്ച് വളർത്തിയിരുന്നു. പാലുപോലെ വെളുത്തതും മിനുത്തതുമായ ഒരു പശു. ദേവന്മാരുടെ രാജാവായ ജൂപ്പിറ്ററിന് ആ പശുവിനെ കിട്ടണം എന്നൊരു മോഹമുണ്ടായി അല്ലെ? ദേവന്മാരുടെ രാജാവായ ജൂപ്പിറ്ററിന് ആ പശുവിനെ കിട്ടണം എന്നൊരു മോഹമുണ്ടായി അല്ലേ? അതാണ് പറഞ്ഞത്. പക്ഷേ ജൂണോ തന്റെ ഓമന പശുവിനെ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അല്ലെ? ആർക്കും വിട്ടുകൊടുക്കുകയില്ല. ജൂപ്പിറ്ററുടെ മോഹത്തെ കുറിച്ച് ഓർത്ത് രാജ്ഞിക്ക് പരിഭ്രമമായി അല്ലെ? വേവലാതിയായി. എന്റെ പശുവിനെ കൊണ്ടുപോകുമോ എന്നൊരു ഭയം ഉണ്ടായി. ജൂപ്പിറ്റർ തന്റെ വെള്ളപ്പശുവിനെ തട്ടിയെടുക്കുമോ എന്നവർ ഭയന്നു. അവർ പശുവിനെ നോക്കുന്ന ആർഗസിനെ വിളിച്ചു. അപ്പൊ പശുവിനെ ആരാ നോക്കുന്നേ? ആർഗസ് അല്ലെ? ആർഗസിനെ വിളിച്ചു എന്ത് പറഞ്ഞു? നമ്മുടെ പശുവിനെ നീ നല്ല പോലെ നോക്കിക്കൊള്ളണേ. ആരും അതിനെ തട്ടിക്കൊണ്ടുപോകാൻ ഇടയാകരുത് എന്ന് പറഞ്ഞു.
അപ്പൊ ഈ ആർഗസിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു? 100 കണ്ണുകളുള്ള ഒരു വിശേഷപ്പെട്ട മനുഷ്യനായിരുന്നു ആര്? ആർഗസ്. അല്ലെ? എങ്ങനെയുള്ള ആളായിരുന്നു? 100 കണ്ണുകൾ ഉണ്ടായിരുന്നു. അയാൾ ഉറങ്ങുമ്പോൾ 2 കണ്ണുകൾ മാത്രമേ അടഞ്ഞിരിക്കുകയുള്ളൂ. മറ്റു കണ്ണുകളെല്ലാം നക്ഷത്രങ്ങൾ പോലെ തുറന്നിരിക്കും. അല്ലെ? 2 കണ്ണുകളെ അയാൾ ഉറങ്ങുമ്പോഴും അടഞ്ഞിരിക്കുകയുള്ളൂ. അപ്പൊ ബാക്കി കണ്ണുകളൊക്കെ എന്ത് ചെയ്യും? തുറന്നിരിക്കും. അതുകൊണ്ട് തന്നെ പശുവിനെ തട്ടിക്കൊണ്ടുപോകാൻ കാണാൻ പറ്റും എന്നാണ് വിശ്വസിച്ചത്. അല്ലെ? അതിനാൽ ആർഗസിന്റെ കണ്ണുകൾ വെട്ടിച്ച് ആർക്കും പശുവിനെ തട്ടിക്കൊണ്ടു പോകാനാവില്ല. രാജ്ഞിക്ക് അതറിയാം. എങ്കിലും ജൂപ്പിറ്ററുടെ ആഗ്രഹത്തെ രാജ്ഞി ഭയപ്പെട്ടു. ആർഗസിന്റെ ശ്രദ്ധ പശുവിന്റെ മേൽ എപ്പോഴും ഉണ്ടാകണമെന്ന് രാജ്ഞി എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും രാജ്ഞിയുടെ ഓമന പശുവിനെ തട്ടിക്കൊണ്ടു പോരുക തന്നെ വേണം എന്ന് ജൂപ്പിറ്റർ തീർച്ചയാക്കി. ജൂപ്പിറ്റർ അതൊരു നേരമ്പോക്ക് മാത്രമായിട്ട്, നേരമ്പോക്ക് പറഞ്ഞാൽ എന്താ അർത്ഥം? തമാശ അല്ലെ? നേരമ്പോക്ക് മാത്രമായിട്ടാണ് കണക്കാക്കിയത്. പക്ഷേ പശുവിനെ എങ്ങനെയാണ് തട്ടിയെടുക്കുക? 100 കണ്ണുകളുള്ള ആർഗസിന്റെ കണ്ണുകൾ എങ്ങനെ തെറ്റിക്കും? അയാൾ വിശ്വസ്തനാണ്, സമർത്ഥനാണ്, കൈക്കൂലി വാങ്ങിയ യജമാനത്തിയെ വഞ്ചിക്കയില്ല. നല്ല ഭൃത്യൻ അങ്ങനെ തന്നെയായിരിക്കണം. അപ്പൊ ഈ ആർഗസ് എങ്ങനെയാ? 100 കണ്ണുകളുള്ളവനാണ്, പിന്നെയോ വിശ്വസ്തനാണ്, സമർത്ഥനാണ്, സാമർത്ഥ്യമുള്ളവനാണ്, കൈക്കൂലി വാങ്ങിയ യജമാനത്തെ വഞ്ചിക്കുകയില്ല. നല്ല ഭൃത്യൻ അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ പറ്റിച്ച് ഈ പശുവിനെ തട്ടിക്കൊണ്ടു പോകാൻ പറ്റും എന്നാണ് ജൂപ്പിറ്റർ ആലോചിച്ചത്. ദേവന്മാരുടെ കൂട്ടത്തിൽ മികച്ച ഒരു ഗായകൻ ഉണ്ടായിരുന്നു. അയാൾക്ക് രസകരമായി കഥകൾ പറയാനും അറിയാം. ആ ദേവൻ കഥ പറഞ്ഞു തുടങ്ങിയാൽ കേൾക്കുന്നവർ എല്ലാം മറന്ന് രസിച്ചിരുന്നു പോകും. പാടിയാൽ മനം മയങ്ങി ഉറങ്ങിപ്പോകും. ജൂപ്പിറ്റർ ആ ഗായകനെ വിളിച്ചു വരുത്തി എങ്ങനെയെങ്കിലും ജൂണോയുടെ പശുവിനെ പിടിച്ചു കൊണ്ടുവന്ന് തരണമെന്ന് ആവശ്യപ്പെട്ടു. അല്ലെ? ദേവന്മാരുടെ കൂട്ടത്തിൽ എങ്ങനെ മികച്ച ഒരു ഗായകൻ ഉണ്ടായിരുന്നു. അയാൾക്ക് രസകരമായി കഥകൾ പറയാൻ അറിയാം, നല്ല കഥകൾ പറയാൻ അറിയാം. അല്ലെ? ആ ദേവൻ കഥ പറഞ്ഞു തുടങ്ങിയാൽ കേൾക്കുന്നവർ എന്ത് ചെയ്യും? എല്ലാം മറന്ന് രസിച്ചിരുന്നു പോകും. പാടിയാലോ മനം മയങ്ങി ഉറങ്ങിപ്പോകും. ജൂപ്പിറ്റർ ആ ഗായകനെ വിളിച്ചു വരുത്തി. എന്തിനാ ഗായകനെ വിളിച്ചു വരുത്തിയത്? ജൂണോയുടെ പശുവിനെ പിടിച്ചുകൊണ്ടു പോകാനല്ലേ? അപ്പൊ ഈ പാട്ടിലും അല്ലെങ്കിൽ കഥയിലൊക്കെ മയങ്ങിയിട്ട് ആര്? ആർഗസ് അതിൽ മയങ്ങിയ അതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഈ പശുവിനെ തട്ടിക്കൊണ്ടു പോവാനാണ് അല്ലെ ഗായകനെ വിളിച്ചു വരുത്തി കൊണ്ടുവന്നു. അങ്ങനെ ദേവഗായകൻ ആർഗസിന്റെ അടുത്ത് എന്ന് കഥ പറയാൻ തുടങ്ങി. അല്ലെ? ആർഗസ് ആരാ? നമ്മളെ പശുവിനെ നോക്കുന്ന ആളല്ലേ ആർഗസ്. അപ്പൊ ആർഗസിന്റെ അടുത്ത് വന്നിട്ട് ദേവഗായകൻ എന്ത് ചെയ്തു? കഥ പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ ആർഗസ് ആ കഥ പറയൽ അവഗണിച്ച് ശ്രദ്ധിക്കാതിരുന്നു. എന്തുകൊണ്ട്? ആ പശുവിനെ നോക്കാനുണ്ട്, ചുമതലയുണ്ട് അല്ലെ? അല്ലെങ്കിൽ ജൂണ വഴക്ക് പറയില്ലേ? അതുകൊണ്ട് ആദ്യമൊക്കെ എന്ത് ചെയ്തു? ആർഗസ് ഈ ദേവഗായകന്റെ കഥ പറയൽ ശ്രദ്ധിക്കാതെ ഇരുന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ കഥ രസകരമായി തോന്നി. അപ്പൊ എന്ത് ചെയ്തു? പശുവിന്റെ കാര്യം അദ്ദേഹം മറന്നു. അല്ലെ? പശുവിന്റെ കാര്യം മറന്നു. ഗായകൻ പിന്നെ മധുരമായി ഓടക്കുഴൽ വായിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആർഗസ് ഉറങ്ങിപ്പോയി. ആ തക്കത്തിന് പാട്ടുകാരൻ പശുവിനെ തട്ടിയെടുത്ത് ജൂപ്പിറ്ററിന് കൊണ്ടുപോയി കൊടുത്തു. അല്ലെ? അപ്പൊ പശുവിനെ ആര് തട്ടിയെടുത്തു? ജൂപ്പിറ്ററിന്റെ അടുത്ത് എത്തിയല്ലേ പശു? ഓക്കെ, തട്ടിയെടുത്ത് ദേവഗായകൻ കൊണ്ടുപോയി. ജൂണോ ദേവി സംഗതി അറിഞ്ഞു. നാണവും കോപവും കൊണ്ട് അവർ വിറച്ചു. അവർ ആർഗസിനോട് ദേഷ്യപ്പെട്ടു. 100 കണ്ണുകൾ ഉണ്ടായിട്ട് എന്ത് കാര്യം? അല്ലെ? 100 കണ്ണുകൾ ഉണ്ടായിട്ട് എന്ത് കാര്യം? നിനക്ക് 2 കണ്ണുകൾ മാത്രം മതി. ബാക്കി കണ്ണുകളെല്ലാം ഞാൻ എൻ്റെ മയിലിന്റെ പീലികൾക്ക് നൽകുന്നു. അല്ലെ? നമ്മുടെ കഥയുടെ പേരെന്താ? മയിൽപീലി കണ്ണുകളാന്നല്ലേ? അപ്പൊ 100 കണ്ണുകൾ ഉണ്ടായ ആർഗസിന് 2 കണ്ണുകൾ മാത്രം മതി. ബാക്കി കണ്ണുകൾക്കൊക്കെ എവിടെ കൊടുക്കുന്നു? മയിലിന്. അല്ലെ? മയിലിന്റെ പീലികൾക്ക് നൽകുന്നു എന്ന് ആര് പറഞ്ഞു? ജൂണോ പറഞ്ഞു. അല്ലെ? ഓക്കെ, അങ്ങനെ ആർഗസിന് അന്നേരം എന്ത് ചെയ്തു? ആർഗസിനൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ആർഗസിന്റെ ആ കണ്ണുകളാണ് മയിലിന്റെ പീലിക്കണ്ണുകളായി മാറിയത്. അമ്മൂമ്മ കഥ പറഞ്ഞു നിർത്തി. അല്ലെ? അമ്മൂമ്മ കഥ പറയുകയാണ് ഉണ്ടായത് അല്ലെ ഇവിടെ? അപ്പൊ അമ്മൂമ്മ ലാസ്റ്റ് എന്ത് പറഞ്ഞു? ആർഗസിന്റെ ആ 100 കണ്ണുകൾ, അതിൽ 2 കണ്ണുകൾ മാത്രം ഇവിടെ വെച്ച് ബാക്കിയുള്ള കണ്ണുകൾ എന്ത് ചെയ്തു? മയിലിന്റെ മയിലിന് കൊടുത്തു. അല്ലെ? അപ്പൊ അതാണ്
മയിലിന്റെ പീലി കണ്ണുകളായി മാറിയത്. അമ്മൂമ്മ കഥ പറഞ്ഞു നിർത്തി. മനസ്സിലായോ കഥ? അപ്പൊ മയിൽപീലി കണ്ണുകൾ എന്നുള്ളതിൽ ഇതാണ് പറഞ്ഞത്. എന്ത്? ആ കണ്ണുകൾ എന്ത് ചെയ്തു? ആർഗസിന്റെ 2 കണ്ണുകൾ മാത്രം വെച്ച് ബാക്കിയുള്ള കണ്ണുകളൊക്കെ മയിലിന് കൊടുത്തു. അതാണ് അമ്മൂമ്മ പറഞ്ഞ കഥ അല്ലെ? ജൂണോ എന്നൊരു പശു ഉണ്ടായി. ആ പശുവിനെ തട്ടിയെടുക്കാൻ ജൂപ്പിറ്റർ ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം ദേവഗായികനെ വരുത്തി. എന്നിട്ട് എന്ത് ചെയ്തു? പശുവിനെ തട്ടിയെടുത്തു അല്ലെ? തട്ടിയെടുത്ത് കൊണ്ടുപോയി. അപ്പോ എന്ത് ചെയ്തു? ജൂണോ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് ആർഗസിന് ഇനി 2 കണ്ണുകൾ മാത്രം മതി, ബാക്കി കണ്ണുകളൊക്കെ മയിലിന് കൊടുക്കാന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെയാണ് മയിലിന്റെ പീലി കണ്ണുകളായി ആ കണ്ണുകൾ മാറിയത്. ഇതാണ് അമ്മൂമ്മ പറഞ്ഞ കഥ അല്ലേ? ഇതാണ് മയിൽപീലി കണ്ണുകൾ. ഓക്കെ, ഇതാണ് നമ്മുടെ പാഠം, മയിൽപീലി കണ്ണുകളിലുള്ള പാഠം. ഒന്നുകൂടി മിസ് ഇത് വായിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുകയാണ് ചെയ്യുക. ശ്രദ്ധിക്കണേ വായിക്കുന്നത്. ഓക്കെ, ലിസൺ ഹിയർ. വളരെയേറെ പഴക്കമുള്ള രാജ്യമാണ് ഗ്രീസ്. രസകരമായി കഥകൾ ഉണ്ടാക്കി പറയാൻ ഗ്രീക്കുകാർ അതിസമർത്ഥരായിരുന്നു. അവിടുത്തെ കുട്ടികൾക്കാണെങ്കിൽ കഥ കേൾക്കാതെ ഉറക്കമില്ല. അവർ അമ്മൂമ്മമാരോട് ഓരോന്ന് ചോദിക്കും. അമ്മൂമ്മമാർ ഓരോ കഥകൾ പറയും. അങ്ങനെ ധാരാളം കഥകൾ ഉണ്ടായി. ഒരിക്കൽ ചില ചെറിയ കുട്ടികൾ അവരുടെ അമ്മൂമ്മയോട് ചോദിച്ചു, അമ്മൂമ്മേ, മയിലിന്റെ പീലികളിൽ ഇത്രയധികം കണ്ണുകൾ ഉണ്ടായത് എങ്ങനെയാണ്? അമ്മൂമ്മ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു അല്ലെ? അപ്പൊ ആ കുട്ടി ചോദിച്ചു, അമ്മമ്മേ, മയിലിന്റെ പീലികൾ ഇത്രയധികം കണ്ണുകൾ ഉണ്ടായത് എങ്ങനെയാണെന്ന്. അതിനുള്ള ആൻസറായി ഇപ്പൊ പറഞ്ഞത് അല്ലെ? ഒരു കഥയായിട്ട് അമ്മൂമ്മ പറഞ്ഞു കൊടുത്തു. അമ്മൂമ്മ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതൊരു രസകരമായ കഥയാണ്. ദേവന്മാർക്ക് ജൂണോ എന്നൊരു രാജ്ഞി ഉണ്ടായിരുന്നു. അവർ ഭംഗിയുള്ള നല്ലൊരു പശുവിനെ ഓമനിച്ച് വളർത്തിയിരുന്നു. പാല് പോലെ വെളുത്തതും മിനുത്തതുമായ ഒരു പശു. ദേവന്മാരുടെ രാജാവായ ജൂപ്പിറ്ററിന് ആ പശുവിനെ കിട്ടണം എന്നൊരു മോഹം. പക്ഷേ ജൂണോ തന്റെ ഓമന പശുവിനെ ആർക്കും കൊടുക്കുകയില്ല. ജൂപ്പിറ്ററുടെ മോഹത്തെ കുറിച്ചോർത്ത് രാജ്ഞിക്ക് പരിഭ്രമമായി. ജൂപ്പിറ്റർ തന്റെ വെള്ള പശുവിനെ തട്ടിയെടുക്കുമോ എന്ന് അവർ ഭയന്നു. അവർ പശുവിനെ നോക്കുന്ന ആർഗസിനെ വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മുടെ പശുവിനെ നീ നല്ലപോലെ നോക്കിക്കൊള്ളണേ, ആരും അതിനെ തട്ടിക്കൊണ്ടു പോകാൻ ഇടയാകരുത്. 100 കണ്ണുകളുടെ ഒരു വിശേഷപ്പെട്ട മനുഷ്യനായിരുന്നു ആർഗസ്. അയാൾ ഉറങ്ങുമ്പോൾ 2 കണ്ണുകൾ മാത്രമേ അടഞ്ഞിരിക്കുകയുള്ളൂ. മറ്റു കണ്ണുകളെല്ലാം നക്ഷത്രങ്ങൾ പോലെ തുറന്നിരിക്കും. അതിനാൽ ആർഗസിന്റെ കണ്ണുകൾ വെട്ടിച്ച് ആർക്കും പശുവിനെ തട്ടിക്കൊണ്ടു പോകാനാവില്ല. രാജ്ഞിക്ക് അതറിയാം. എങ്കിലും ജൂപ്പിറ്ററുടെ ആഗ്രഹത്തെ രാജ്ഞി ഭയപ്പെട്ടു. ആർഗസിന്റെ ശ്രദ്ധ പശുവിന്റെ മേൽ എപ്പോഴും ഉണ്ടാകണമെന്ന് രാജ്ഞി സദാ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും രാജ്ഞിയുടെ ഓമന പശുവിനെ തട്ടിക്കൊണ്ടു പോരുക തന്നെ വേണമെന്ന് ജൂപ്പിറ്റർ തീർച്ചയാക്കി. ജൂപ്പിറ്റർ അതൊരു നേരം പോക്ക് മാത്രമായിട്ടാണ് കണക്കാക്കിയത്. പക്ഷേ പശുവിനെ എങ്ങനെയാണ് തട്ടിയെടുക്കുക? 100 കണ്ണുകളുള്ള ആർഗസിന്റെ കണ്ണുകൾ എങ്ങനെ തെറ്റിക്കും? അയാൾ വിശ്വസ്തനാണ്, സമർത്ഥനാണ്, കൈക്കൂലി വാങ്ങിയ യജമാനത്തെ വഞ്ചിക്കുകയില്ല. നല്ല ഭൃത്യൻ അങ്ങനെ തന്നെ ആയിരിക്കണം. ദേവന്മാരുടെ കൂട്ടത്തിൽ മികച്ച ഒരു ഗായകൻ ഉണ്ടായിരുന്നു. അയാൾക്ക് രസകരമായി കഥകൾ പറയാനും അറിയാം. ആ ദേവൻ കഥ പറഞ്ഞു തുടങ്ങിയാൽ കേൾക്കുന്നവർ എല്ലാം മറന്ന് രസിച്ചിരുന്നു പോകും. പാടിയാൽ മനം മയങ്ങി ഉറങ്ങിപ്പോകും. ജൂപ്പിറ്റർ ആ ഗായകനെ വിളിച്ചു വരുത്തി. എങ്ങനെയെങ്കിലും ജൂണോയുടെ പശുവിനെ പിടിച്ചുകൊണ്ടുവന്ന് തരണം എന്ന് ആവശ്യപ്പെട്ടു. ദേവഗായകൻ ആർഗസിന്റെ അടുത്ത് എന്ന് കഥ പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ ആർഗസ് ആ കഥ പറയൽ അവഗണിച്ച് ശ്രദ്ധിക്കാതിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ കഥ രസകരമായി തോന്നി. പശുവിന്റെ കാര്യം മറന്നു. ഗായകൻ പിന്നെ മധുരമായി ഓടക്കുഴൽ വായിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആർഗസ് ഉറങ്ങിപ്പോയി. ആ തക്കത്തിന് പാട്ടുകാരൻ പശുവിനെ തട്ടിയെടുത്ത് ജൂപ്പിറ്ററിന് കൊണ്ടുപോയി കൊടുത്തു. ജൂണോ ദേവി സംഗതി അറിഞ്ഞു. നാണവും കോപവും കൊണ്ട് അവർ വിറച്ചു. അവർ ആർഗസിനോട് ദേഷ്യപ്പെട്ടു. 100 കണ്ണുകൾ ഉണ്ടായിട്ട് എന്ത് കാര്യം? നിനക്ക് 2 കണ്ണുകൾ മാത്രം മതി. ബാക്കി കണ്ണുകളെല്ലാം ഞാൻ എൻ്റെ മയിലിന്റെ പീലികൾക്ക് നൽകുന്നു. ആർഗസിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ആർഗസിന്റെ ആ കണ്ണുകളാണ് മയിലിന്റെ പീലിക്കണ്ണുകളായി മാറിയത്. അമ്മൂമ്മ കഥ പറഞ്ഞു നിർത്തി. ഓക്കെ, എല്ലാവർക്കും ഈ പാഠം മനസ്സിലായോ മക്കളെ? ഓക്കെ, ആരാ വായിക്കുന്നേ ഫസ്റ്റ്? കുറെ പേരുണ്ടോ?
ഓക്കേ ഓക്കെ, സെബ ഒന്ന് വായിച്ചേ. അൺമ്യൂട്ട് ചെയ്ത് വായിച്ചോ മോളെ. പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് റീഡ്. മയിൽപീലി കണ്ണുകൾ. വളരെയേറെ പഴക്കമുള്ള രാജ്യമാണ് ഗ്രീസ്. രസകരമായ കഥകൾ ഉണ്ടാക്കി പറയാൻ ഗ്രീസുകാർക്ക് അതിസമർത്ഥരായിരുന്നു. അവിടുത്തെ കുട്ടികളെ കഥ കേൾക്കാതെ ഉറക്കമില്ല. അവർ അമ്മൂമ്മമാരോട് ഓരോന്ന് ചോദിക്കും. അമ്മൂമ്മമാർ ഓരോ കഥകളും പറയും. അങ്ങനെ ധാരാളം കഥകൾ ഉണ്ടായി. ഒരിക്കൽ ചില ചെറിയ കുട്ടികൾ അവരുടെ അമ്മൂമ്മമാരോട് ചോദിച്ചു, അമ്മൂമ്മേ അമ്മൂമ്മേ, മയിലിന്റെ പീലികളിൽ ഇത്രയധികം കണ്ണുകൾ ഉണ്ടായത് എങ്ങനെയാണ്? അമ്മൂമ്മ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതൊരു രസകരമായ കഥയാണ്. ദേവന്മാർക്ക് ജൂണോ എന്നൊരു രാജ്ഞി ഉണ്ടായിരുന്നു. അവർ ഭംഗിയുള്ള നല്ല പശുവിനെ ഓമനിച്ച് വളർത്തുന്നിരുന്നു. പാല് പോലെ വെളുത്തതും മിനുത്തതുമായ ഒരു പശു ദേവന്മാരുടെ രാജാവായ ജുപ്പിറ്ററിനെ ആ പശുവിനെ കിട്ടണം എന്നൊരു മോഹം. പക്ഷെ ജൂണോ തന്റെ ഓമന പശുവിനെ ആർക്കും കൊടുക്കുകയില്ലായിരുന്നു. ജുപ്പിറ്ററുടെ മോഹത്തെ കുറിച്ച് രാജ്ഞിക്ക് പരിഭ്രമമായി. ജുപ്പിറ്റർ തന്റെ വെള്ള പശുവിനെ തട്ടിയെടുക്കുമോ എന്ന് അവർ ഭയന്നു. അവർ പശുവിനെ നോക്കുന്ന ആർഗസിനെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ പശുവിനെ. നെക്സ്റ്റ് ദേവാഞ്ജന ഒന്ന് വായിച്ചേ. ദേവാഞ്ജന അൺമ്യൂട്ട് ചെയ്ത മോളെ. നമ്മുടെ പശുവിനെ നീ നല്ല പോലെ നോക്കിക്കൊള്ളണേ. ആരും അതിനെ തട്ടിക്കൊണ്ടുപോകാൻ ഇടയാക്കരുത്. 100 കണ്ണുകളുള്ള ഒരു വിശേഷപ്പെട്ട മനുഷ്യനായിരുന്നു ആർഗസ്. അയാൾ ഉറങ്ങുമ്പോൾ 2 കണ്ണുകൾ മാത്രമേ അടഞ്ഞിരിക്കുകയുള്ളൂ. മറ്റു കണ്ണുകളെല്ലാം നക്ഷത്രങ്ങൾ പോലെ തുറന്നിരിക്കും. അതിനാൽ ആർഗസിന്റെ കണ്ണുകൾ വെട്ടിച്ച് ആർക്കും പശുവിനെ തട്ടിക്കൊണ്ടുപോകാനാവില്ല. രാജ്ഞിക്ക് അതറിയാം. എങ്കിലും ജുപ്പിറ്ററുടെ ആഗ്രഹത്തെ രാജ്ഞി ഭയപ്പെട്ടു. ആർഗസിന്റെ ശ്രദ്ധ പശുവിന്റെ മേൽ എപ്പോഴും ഉണ്ടാകണമെന്ന് രാജ്ഞി സദാ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും രാജ്ഞിയുടെ ഓമന പശുവിനെ തട്ടിക്കൊണ്ടു പോരുക തന്നെ വേണം എന്ന് ജുപ്പിറ്റർ തീർച്ചയാക്കി. ജുപ്പിറ്റർ അതൊരു നേരം പോക്കു മാത്രമായിട്ടാണ് കണക്കാക്കിയത്. പക്ഷേ പശുവിനെ എങ്ങനെയാണ് തട്ടിയെടുക്കുക? 100 കണ്ണുകളുള്ള ആർഗസിന്റെ കണ്ണുകൾ എങ്ങനെ തെറ്റിക്കും? അയാൾ സമർത്ഥനാണ്. കൈക്കൂലി വാങ്ങി യജമാനത്തിയെ വഞ്ചിക്കയില്ല. നല്ല ഭൃത്യൻ അങ്ങനെ തന്നെയായിരിക്കും. നെക്സ്റ്റ് ആഗ്നസ്. ദേവന്മാരുടെ കൂട്ടത്തിൽ മികച്ച ഒരു ഗായകനും ഉണ്ടായിരുന്നു. അയാൾക്കു രസകരമായ കഥകൾ പറയാനും അറിയാം. ആ ദേവൻ കഥ പറഞ്ഞു തുടങ്ങിയാൽ കേൾക്കുന്നവർ എല്ലാം മറന്ന് രസിച്ചിരുന്നു പോകും. പാടിയാൽ മനം മയങ്ങി ഉറങ്ങിപ്പോകും. ജുപ്പിറ്റർ ആ ഗായകനെ വിളിച്ചു വരുത്തി. എങ്ങനെയെങ്കിലും ജൂണോയുടെ പശുവിനെ പിടിച്ചുകൊണ്ട് വന്ന് തരണം എന്ന് ആവശ്യപ്പെട്ടു. ദേവഗായകൻ ആർഗസിന്റെ അടുത്തു ചെന്നു കഥ പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ ആർഗസ് ആ കഥ
അവഗണിച്ച് ശ്രദ്ധിക്കാതിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ കഥ രസകരമായി തോന്നി. പശുവിന്റെ കാര്യം മറന്നു. ഗായകൻ പിന്നെ മധുരമായ ഓടക്കുഴൽ വായിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആർഗസ് ഉറങ്ങിപ്പോയി. ആ തക്കത്തിന് പാട്ടുകാരന് പശുവിനെ തട്ടിയെടുത്ത് ജുപ്പിറ്ററിന് കൊണ്ടുപോയ കൊടുത്തു. നെക്സ്റ്റ് ശ്രീദേവ് കൃഷ്ണ വായിക്കുന്ന ശ്രദ്ധിച്ചിരിക്കണം. ജൂണോ ദേവി സംഗതി അറിഞ്ഞു. നാണവും ഗോതവും കൊണ്ട് അവർ വിറച്ചു. അവർ ആർഗസിനോട് ദേഷ്യപ്പെട്ടു. 100 കണ്ണുകൾ ഉണ്ടായിട്ടെന്ത് കാര്യം? നിനക്ക് 2 കണ്ണുകൾ മാത്രം മതി. ബാക്കി കണ്ണുകളെല്ലാം ഞാൻ എന്റെ മയിലിന്റെ പീലികൾക്ക് നൽകുന്നു. ആർഗസിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ആർഗസിന്റെ ആ കണ്ണുകളാണ് മയിലിന്റെ പീലിക്കണ്ണുകളായി മാറിയത്. അമ്മമ്മ കഥ പറഞ്ഞു നിർത്തി. നെക്സ്റ്റ് ഫസ്റ്റ് മുതലൊന്ന് എബിൻ ബിജു വായിച്ചേ. എബിൻ പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് റീഡ്. അൺമ്യൂട്ട് ചെയ്യ്. ഓക്കെ. മയിൽ കണ്ണുകൾ വളരെ പഴക്കമുള്ള രാജ്യമാണ് ഗ്രീസ്. രസകരമായ കഥകൾ ഉണ്ടാക്കി പറയാൻ ഗ്രീസുകാർ അതിസമർത്ഥരായിരുന്നു. അവിടത്തെ കുട്ടികളാണെങ്കിൽ കഥ കേൾക്കാതെ ഉറക്കമില്ല. അവർ അമ്മൂമ്മയോട് ഓരോന്ന് ചോദിക്കുകയും അമ്മൂമ്മമാർ അവരോട് കഥകൾ പറയും. അങ്ങനെ ധാരാളം കഥകൾ ഉണ്ടായി. ഒരിക്കൽ ചില ചെറിയ കുട്ടികൾ അവരുടെ അമ്മൂമ്മയോട് ചോദിച്ചു, അമ്മൂമ്മ, മയിലിന്റെ പീലികളിൽ ഇത്ര അധികം കണ്ണുകൾ ഉണ്ടായത് എങ്ങനെയാണ്? അമ്മൂമ്മ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതൊരു രസകരമായ കഥയാണ്. ദേവന്മാർക്ക് ജൂണോ എന്നൊരു രാജ്ഞി ഉണ്ടായിരുന്നു. അവർ ഭംഗിയുള്ള നല്ല പശുവിനെ ഓമനിച്ചു വളർത്തിയിരുന്നു. പാല് പോലെ വെളുത്തതും മിനുത്തതുമായിരുന്നു ഒരു പശു. ദേവന്മാരുടെ രാജാവായ ജുപ്പിറ്ററിന് ആ പശുവിനെ കിട്ടണം എന്നൊരു മോഹം. പക്ഷേ മുഹമ്മദ് ഷംവീൽ വായിച്ചോ. പക്ഷേ ജൂണോ തന്റെ ഓമന പശുവിനെ ആർക്കും കൊടുക്കാൻ ഇടയായില്ല. ആർക്കും കൊടുക്കുകയില്ല. ജുപ്പിറ്ററുടെ മോഹത്തെ കുറിച്ചോർത്ത് രാജ്ഞിക്ക് പരിഭ്രമമായി. ജൂപ്പിറ്റർ തന്റെ വെള്ളപ്പശുവിനെ മ്യൂട്ടായ തന്റെ വെള്ളപ്പശുവിനെ തട്ടിയെടുക്കുമോ എന്നവർ ഭയന്നു.
അവർ ഭയന്നു. ഉം. അവർ പശുവിനെ നോക്കുന്ന ആർഗസിനെ വിളിച്ചു പറഞ്ഞു, ഉം. നമ്മുടെ പശുവിനെ നീ നല്ല പോലെ നോക്കിക്കൊള്ളണേ. ആരും അതിനെ തട്ടിക്കൊണ്ടു പോകാൻ ഇടയാകരുത്. 100 കണ്ണുകളുള്ള ഒരു വിശേഷപ്പെട്ട മനുഷ്യനായിരുന്നു ആർഗസ്. അയാൾ ഉറങ്ങുമ്പോൾ 2 കണ്ണ് മാത്രമേ അടഞ്ഞിരിക്കുള്ളൂ. മറ്റു കണ്ണുകളെല്ലാം നക്ഷത്രം പോലെ തുറന്നിരിക്കും. അതിനാൽ ആർഗസിനെ കണ്ണുകൾ വെട്ടിച്ച് ആർക്കും പശുവിനെ തട്ടിക്കൊണ്ടു പോകാനാവില്ല. രാജ്ഞിക്ക് അതറിയാം. എങ്കിലും ജൂപ്പിറ്ററെ ആഗ്രഹത്തെ രാജ്ഞി ഭയപ്പെട്ടു. ആർഗസിന്റെ ശ്രദ്ധ പശുവിന്റെ മേൽ എപ്പോഴും ഉണ്ടാവുമെന്ന് രാജ്ഞി സദാ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഓക്കെ നെക്സ്റ്റ് മുഹമ്മദ് നിഹാൽ. നമ്മുടെ സമയം ഏകദേശം തീരാറായിയേ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഓണത്തിന്റെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കണം കേട്ടോ. ഒരുപാട് മത്സരങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. നിഹാലെ വായിച്ച മോനെ, ചിലപ്പോ കട്ടാവാൻ സാധ്യതയുണ്ട് ക്ലാസ്. ഇനി 1 മിനിറ്റേ ഉള്ളൂ. നിഹാൽ അവിടുന്ന് അങ്ങോട്ട് വായിച്ചോ. എങ്ങനെയെങ്കിലും രാജ്ഞിയുടെ ഓമന പശുവിനെ തട്ടിക്കൊണ്ടു പോരുക തന്നെ വേണം എന്ന് ജൂപ്പിറ്റർ തീർച്ചയാക്കി. ജൂപ്പിറ്റർ അതൊരു നേരം പോക്കു മാത്രമായിട്ടാണ് കണക്കാക്കിയത്. പക്ഷെ പശുവിനെ എങ്ങനെയാണ് തട്ടിയെടുക്കുക? 100 കണ്ണുകളുള്ള ആർഗസിന്റെ കണ്ണുകൾ എങ്ങനെ തെറ്റിക്കും? അയാൾ വിശ്വസ്തനാണ്, സമർത്ഥനാണ്. കൈക്കൂലി വാങ്ങി യജമാനത്തിയെ വഞ്ചിക്കയില്ല. നല്ല ഭൃത്യൻ അങ്ങനെ തന്നെയായിരിക്കണം. ഒരു കാര്യം കൂടെ, നമ്മുടെ കോപ്പി അക്ഷരദീപം ബുക്ക് എല്ലാവരും എഴുതണേ. ഇപ്പം കുറച്ച് ദിവസം ലീവ് കിട്ടും. അപ്പൊ നിങ്ങൾ അക്ഷരദീപം ബുക്കില് എഴുതണം കേട്ടോ. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു.